എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഒരു വണ്ടിയിലെ ഏറ്റവും ഭംഗിയായി കാണേണ്ട ഡാഷ്ബോർഡ് തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിക്കല് പെട്ടെന്ന് ഡാഷ്ബോർഡിനാവും. അപ്പൊ നമ്മൾ ദിവസം വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അറിയില്ല ഡാഷ്ബോർഡിൽ എത്രത്തോളം ചളി ഉണ്ട്. അപ്പൊ നമ്മളിന്ന് വെറും ₹1 ചെലവിൽ നമ്മുടെ ഡാഷ്ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യാം, അത് അടിപൊളിയായി എങ്ങനെ ക്ലീൻ ചെയ്യാന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ. നമുക്ക് ഈ ഒരു പ്രോസസ്സിന് ആകെ ആവശ്യമുള്ള രണ്ട് സാധനമാണ്. അതൊന്ന്, ഒരു കുപ്പിയിൽ ഒരു 1/4 ഭാഗം വെള്ളം. പിന്നെ വേണ്ടത് ഇതാണ് ₹1 ഇങ്ങനെ ഒരു ഷാമ്പു മേടിക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യണ ക്ലിനിക് പ്ലസ്. ഈ ഒരു ക്ലീനിങ്ങിന്റെ മുന്നായിട്ട് നമ്മളെ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡാഷ്ബോർഡ് മേലെ എന്തെങ്കിലും ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഊരിയെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് ഊരിയെടുക്കുക. അപ്പൊ ഇവിടെ ഇത് മാത്രമേ ഊരിയെടുക്കാൻ കഴിയുള്ളൂ. പിന്നീട് നമ്മൾ ബോട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഡാഷ്ബോർഡ് മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഷാമ്പു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിലേക്ക് ഒന്ന് ഇറ്റിച്ചു കൊടുക്കുക. നമുക്കറിയാം ഷാമ്പു അധികമായിട്ട് വേണ്ട, കാരണം ഷാമ്പു പെട്ടെന്ന് ഹെഡ് ആവുന്നതാണ്. അതുകൊണ്ട് അധികമായിട്ട് വേണ്ട, എല്ലാ ഭാഗങ്ങളിലും എത്തുണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഡാഷ്ബോർഡുമേ നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി അപ്ലൈ ചെയ്താലേ ചളി ഇളകി പോരുള്ളൂ. നമുക്ക് എത്രത്തോളം വരുന്നോ അത്രയും നല്ലതാണ്. ഈ ഒരു AC വെന്റ് ഒക്കെ നമുക്ക് തൽക്കാലത്തിന് അടച്ചു വെക്കാം. AC വെന്റിന്റെ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്തത് ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു 50% പണി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ റബ്ബ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡാഷ്ബോർഡും ഈ ഒരു ലിക്വിഡ് പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ നമ്മൾ ഉണങ്ങാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് നമ്മൾ തുടക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ആയി പോരുന്ന പ്രാവശ്യമാണ് വെള്ളം കുടയുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടോ, പതിയുന്ന കണ്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാം. അതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. ഇതിന് പിന്നെ ആവശ്യമുള്ളത് ഇതിൽ കാണുന്ന പോലെ ഒരു കോട്ടൻ്റെ തുണിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണീനെ എടുക്കുക, അല്ലെങ്കിൽ ഡാഷ്ബോർഡുമ്പോൾ വരവുകാനുള്ള ചാൻസ് അധികമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു തുണി കൊണ്ട് നമ്മളിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഒന്നുമില്ല, നമ്മളെ കൈ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക, ഒന്ന് വൃത്തി. നമ്മുടെ പണി ഇവിടെ ഫിനിഷ് ആയിക്കാണ്. അപ്പം അത്രേ ഉള്ളൂ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാൻ. അതുകൊണ്ട് 2 ഉപകാരമുള്ളത്. ഒന്ന്, നന്നായി ക്ലീൻ ആവും. പിന്നെ നല്ലൊരു സ്മെല്ലാവും. ഷാമ്പു നല്ല സ്മെല്ലായതുകൊണ്ട് ഇന്റീരിയർ നല്ലൊരു സ്മെല്ല് വരും നമ്മളൊന്നും ചെയ്യാതെ തന്നെ.